ഞങ്ങളുടെ നാട്ടില് നബിദിനം ആഘോഷിക്കുന്ന പറയുമ്പോൾ കിലോമീറ്ററുകളോളം ഒരുപാട് പൈസ ചെലവാക്കിക്കൊണ്ട് മാലകൾ ഇട്ടു ആവശ്യത്തിലും അധികം. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഭയങ്കര ആർഭാടത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആഭാസം, ആർഭാടം. ആർഭാടം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ. കിലോമീറ്ററുകളോളം ഈ പൈസ ചെലവാക്കിക്കൊണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 3-4 കിലോമീറ്റർ. 4-ലാണോ പ്രശ്നമില്ലേ? 3-ലോ? അല്ല, ലൈറ്റ് ഇട്ടല്. ലൈറ്റിലാണ് പ്രശ്നം. അതെ. കിലോമീറ്റർ വെറുതെ പറഞ്ഞ അല്ല, അത് രണ്ടും കൂടി പറയുമ്പോൾ കിലോമീറ്ററും ലൈറ്റും കൂടിയായി. അതായത് ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ ഇത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് വെറുതെ ഒരാളെ കളിയാക്കാന്ന് വിചാരിക്കരുത്. ഒരു 4 കിലോമീറ്റർ എന്നാ 3 കളി. അല്ല ലൈറ്റ്, പിന്നെ ലൈറ്റ് എടുത്തിട്ട് എന്താ? ലൈറ്റ് ഇടാൻ പറ്റുമോ പറ്റൂല എന്നാണെങ്കിൽ അത് ചോദിക്കുക. കിലോമീറ്റർ എത്ര എന്നുള്ളത് നമ്മൾ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാവില്ലേ? അവിടെ ഒക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ റോഡ് എന്താണിത് എന്ന് ചോദിച്ചപ്പോ എന്താ കാട്ടുക? അവിടം വരെ ആൾക്കാർക്ക് പോകേണ്ട കാര്യമുണ്ട് മോനെ. ഈ റോഡൊക്കെ ജനങ്ങൾ പോണ റോഡാണ്, ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ കിലോമീറ്ററോളം. അവിടെ ഒക്കെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നു. ആ പരിസരവാസികൾ പുറത്തിറങ്ങുന്നു. എല്ലാവരും മുത്തുനബിയുടെ ആഘോഷത്തിന് വേണ്ടി അവര് ഒരു 5 റുപ്യ, ഒരു 500 റുപ്യ, 200 റുപ്യ, 300 റുപ്യ ചെലവാക്കാണ്. മുഅ്മിനീങ്ങൾ മുഴുവനും 200 എടുത്തപ്പോ അത് 2 ലക്ഷമായി. നമ്മളെന്ത് കാട്ടാനാ? എല്ലാവരും എടുത്തത് 200 ഒരാൾ 100 റുപ്യ എടുത്ത്, എല്ലാ വീട്ടുകാരും എടുത്ത്, എല്ലാവരും എടുത്ത്. അപ്പൊ സംഗതി 2 ലക്ഷമായി. അതിനിപ്പോ എന്ത് പ്രശ്നമുള്ളത്? അതൊരു ആഘോഷത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ആ ഒരു ആഘോഷം, കല്യാണത്തിന്റെ ആഘോഷത്തിൽ ഇതിലും വലുത് നമ്മൾ ചെയ്യാറുണ്ട്. വീട്, നമ്മൾ ഇവിടെ ഇരിക്കണവരെ തന്നെ വീടിന്റെ കഥ നോക്കിയാൽ നിങ്ങൾ എന്താണ് റൂമിലൊക്കെ ചെയ്തിട്ടുള്ളത്? വീട്ടിൽ കയറിനോടത്ത് എന്താണ് എന്താണ് ഈ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്? വീട് സുബ്ഹാനല്ലാഹ്, എവിടെ തെളിവതിനൊക്കെ? ഒരു ആവശ്യമില്ലാത്തടത്ത് 3 തൂണ്, ഒന്നുപോലും ആവശ്യമില്ല. പിന്നെ തൊട്ടപ്പുറത്ത് നിന്നാ പിന്നെ ഈ 3 ഒതുങ്ങി അപ്പുറത്ത് 30 എണ്ണം, 30 തൂണ്. ഇങ്ങനെ ഭയങ്കര രസം, വെറൈറ്റി. ആയത്ത് വേണ്ട, ഹദീസ് വേണ്ട, ഒന്നും വേണ്ട. അത് വീടുണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉഷാറാക്കിയിട്ട് അത് ഉസ്താദ് ഒന്നും ഉണ്ടാകുന്നതാണ്. ആ വിഷയത്തിൽ ഇടപെടണ്ട. അതിപ്പോ മൊത്തത്തിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയാന്ന് പറയും. എന്ത് തെളിവ് അതിനുള്ളത്? എന്നല്ല, അത് നല്ല കാര്യമാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് ഇസ്റാഫ്. അത്തരം കാര്യങ്ങളെല്ലാം സന്തോഷമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവർക്ക് മുത്തുനബിയുടെ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സന്തോഷ സമയത്ത് നടക്കുന്ന ചെറിയ 100 റുപ്യ 200 റുപ്യന്റെ ലൈറ്റുമല്ല പ്രശ്നം. 100-200 ലക്ഷത്തുമൊക്കെ എത്തുന്നത് അവസാനം. അതെ, എല്ലാ 100-200 ലക്ഷത്തുമൊക്കെന്നല്ലേ എത്തും. എല്ലാവരും കൂടി കഴിഞ്ഞാൽ അതിനേലും കൂടുതലായിട്ട് കഴിഞ്ഞ് കോടിമക്കെത്തും. ഇനി വേറൊന്നും അറിയാം നിങ്ങൾക്ക്? ഈ പാവപ്പെട്ട ജനങ്ങളിൽ നമ്മുടെ നാട്ടില് 1 കോടി പാവപ്പെട്ട ജനങ്ങൾ എടുക്കുക. ഓലൊക്കെ കാലത്ത് ഉച്ചക്ക് കഞ്ഞുടിച്ചിട്ടുണ്ടാവും. ഉപ്പുമുളും കഞ്ഞും ഉണക്കമീനും. അതിനൊരു 55 ഉറുപ്പ്യ ഉണ്ടാവും. 1 കോടി ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പ്യാണ്. പാവങ്ങളായിട്ട് കാര്യമില്ല. 1 കോടിക്കണക്കിന് ഉറുപ്പ്യാണ് നശിപ്പിച്ച് കളയുന്നത്. ഒരു ഉച്ചക്ക്, 2 ഉച്ചക്കല്ല, ഒരൊറ്റ ഉച്ചക്ക്. ആളിങ്ങനെ കൂടുമ്പോ പല തുള്ളി പെരുവെള്ളം. അതൊരു വലിയ സംഭവമാണ്. അത് ആർക്കും തിരിയണ സംഗതിയല്ലേ? ഇനി ഒരാള് തന്നെ ഒരുപാട് ചെലവാക്കിയത് മുത്തുനബിയുടെ സന്തോഷത്തിലാണെങ്കിൽ എന്താ കുഴപ്പം? എന്താ തെറ്റ്? മുത്തുനബിയല്ലേ നമ്മുടെ നേതാവ്. നമ്മുടെ മക്കളുടെ കല്യാണത്തിന് എന്തും ചെയ്യാമെങ്കിൽ, നമ്മളുടെ വീട് എങ്ങനെയും ആക്കാമെങ്കിൽ അതൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. പക്ഷെ ഈ നേതാവിനോടുള്ള ഹബ്ബ് എല്ലാറ്റിലും മുകളിൽ നിൽക്കണം. ആരിവിടെ ഇറങ്ങിയാലും എല്ലാറ്റിനെയും മികച്ച് മുകളിലാക്കി അത് ഉയർത്തി കാണിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ഡ്യൂട്ടിയാണത്. അപ്പൊ ഇനി അടുത്ത കൊല്ലൊക്കെ റാലിയിൽ ആളുകൾ മുഴുവനും നിരക്കണം, വളരെ ഉഷാറാക്കണം. എല്ലാവരും തോരണങ്ങൾ തൂക്കണം. ആ നേതാവിനെ ലോകമറിയണം. ഇതൊരു വലിയ ആരവമായി മാറണം. എല്ലാ ഹൃദയങ്ങളിലും ആ മഹബത്ത് ഇറങ്ങിച്ചെല്ലണം. എല്ലാവരും ആ മഹബത്തിൽ ലയിച്ചു ചേരണം. ഇതാണ് മഹ്ശറയിൽ നടക്കാൻ പോകുന്നത്. ആ നേതാവിന്റെ കീഴിൽ ആരും തർക്കിക്കാതെ തലകുനിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഒരുമിച്ചു ചെല്ലുന്നു, കൂട്ടത്തോടെ ചെല്ലുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്